രാമായണം ആദികാണ്ഡം ഭാഗം 8. കേട്ടുനിന്ന മറ്റൊരു മുനി പറഞ്ഞു, കുമാരന്മാർ വരുന്നില്ലേ യജ്ഞത്തിന്? ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവാനാണിരിക്കുന്നത്. എന്തെല്ലാം കാഴ്ചകൾ ഉണ്ടാവുമെന്നോ! കണ്ണിന് തന്നെ ഒരു ഉത്സവമായിരിക്കും അത്തരം കാഴ്ചകൾ. ഇത് കേട്ട മറ്റൊരു മുനി ഇങ്ങനെ പറഞ്ഞു, ഈ പ്രത്യേകതരം കാഴ്ചകളൊക്കെ എല്ലാ രാജമന്ദിരങ്ങളിലും ഉണ്ടാകും രാമ. എന്നാൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരു അത്ഭുത വസ്തു ജനക മഹാരാജാവിന്റെ രാജധാനിയിലുണ്ട്. അതാണ് രാമൻ കാണേണ്ടത്. അതെന്താണെന്നറിയാമോ? ത്രയംബകം എന്നു പേരായ വില്ല്. പണ്ട് പരമശിവൻ ത്രിപുരന്മാരെ കൊന്നത് ആ വില്ലുകൊണ്ടാണത്രേ. ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഇന്നേ വരെ ഒരു വമ്പന്മാർക്കും എടുത്തു പൊക്കാൻ പോലും സാധിക്കാത്ത ആ വില്ല് രാമന് കാണിച്ചു തരാം. അതാ ഗുരുനാഥൻ വരുന്നുണ്ട്. ഗുരുവിനോടുള്ള ബഹുമാനാർത്ഥം എല്ലാവരും നിശബ്ദരായി. വിശ്വാമിത്രൻ മുൻപിലേക്ക് വന്ന് രാമനെയും ലക്ഷ്മണനെയും കൂട്ടി സിദ്ധാശ്രമം വിട്ടിറങ്ങി. കുട്ടികൾക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കുവാൻ വയ്യ. ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണെന്ന് ആർക്കും കൃത്യമായ കണക്കൊന്നുമില്ല. സിദ്ധാശ്രമത്തിൽ നിന്ന് മിഥിലാപുരിയിലേക്ക് എത്താൻ 3-4 ദിവസം എന്തായാലും നടക്കണം. ആ 4 ദിവസത്തേക്ക് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുവാൻ മാത്രമാണ് 100 കാളവണ്ടികൾ. ഈ കണക്ക് കൊണ്ട് ഏതാണ്ട് ഊഹിക്കാമല്ലോ എത്രമാത്രം ശിഷ്യന്മാർ വിശ്വാമിത്രൻ്റെതായിട്ടുണ്ട് എന്ന്. അങ്ങനെ ആ യാത്ര ആരംഭിച്ചു. എല്ലാവർക്കും മുന്നിൽ വിശ്വാമിത്രൻ, തൊട്ടു പിന്നിൽ രാമൻ, പിന്നെ ലക്ഷ്മണൻ. അവർക്ക് പിന്നാലെ 4-5 വരികളിലായി ആ ശിഷ്യഗണത്തിന്റെ നീണ്ട ജാഥ. ഏറ്റവും പിന്നാലെ ഭക്ഷണ സാധനങ്ങൾ നിറച്ച കാളവണ്ടികളും. പകൽ മുഴുവനും അവർ നടക്കും. അന്തിയാകുമ്പോൾ വഴിവക്കിൽ കാണുന്ന ഏതെങ്കിലും പുഴക്കരയിലോ അല്ലെങ്കിൽ നല്ല പച്ചപ്പുല്ലുള്ള ഏതെങ്കിലും സ്ഥലത്തോ ചെന്നുകൂടും. പച്ചപ്പുല്ല് കിട്ടുന്ന സ്ഥലത്ത് കാളകൾക്ക് നന്നായി മേയാൻ പറ്റും. കാളകളെ കെട്ടഴിച്ചു വിട്ട ശേഷം സന്ധ്യാവന്ദനാദി പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്ത് ഭക്ഷണം പാകം ചെയ്യും. പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ആത്മീയവും സാംസ്കാരികവുമായ കാര്യങ്ങളെപ്പറ്റി സംഭാഷണങ്ങളും ചർച്ചകളും നടക്കും. അതിനുശേഷം ദർഭപ്പുല്ലിലും തളിരിലകളിലും പുൽപ്പരപ്പിലും വെറും തറയിലുമൊക്കെയായി അവർ കിടന്നുറങ്ങും. പിറ്റേന്ന് നേരത്തെ എഴുന്നേറ്റ് യാത്ര തുടരുകയും ചെയ്യും. രാമലക്ഷ്മണന്മാർക്ക് ജ്ഞാനികളും സ്നേഹനിധികളുമായ അത്രയധികം നല്ല മനുഷ്യരുമായി ഇടപഴകാനും കൂടിക്കഴിയാനും ഇടവരുത്തിക്കൊടുത്ത ആ യാത്ര അത്യന്തം ഹൃദ്യവും വിജ്ഞാനപ്രദവുമായി അനുഭവപ്പെട്ടു. 4-ാം ദിവസം മുതൽക്ക് ആ സംഘത്തിലെ എല്ലാവർക്കും മിഥിലാപുരിയിലെ തങ്കത്താഴികക്കുടങ്ങൾ ദൂരെ നിന്നേ കാണുവാൻ സാധിച്ചു. അതോടെ നടത്തത്തിന്റെ വേഗം കൂടാനും തുടങ്ങി. അതിനിടയിൽ രാമനൊരു സ്ഥലത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, അതാ നോക്കൂ, ആ പൂവള്ളിക്കാട്ടിൽ എന്താണ് കാണുന്നത്? ഒരു ആശ്രമത്തിന്റെ അവശിഷ്ടങ്ങളാണോ? ആൾപ്പെരുമാറ്റമില്ലാതെ കാടുപിടിച്ചു കിടക്കുന്ന ഒരു നല്ല സ്ഥലം ഏതാണത് ഗുരുനാഥ? രാമ, അത് ഗൗതമ മുനിയുടെ ആശ്രമമാണ്. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സ്വന്തം ഭാര്യയോട് പിണങ്ങി എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് തപസ്സിന് പോയിരിക്കുന്നു. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നല്ലോ ഗുരുദേവ. പറയണം ആ കഥ എന്താണെന്ന്. പറയാലോ, കേട്ടോളൂ. ഗൗതമന്റെ ഭാര്യ അഹല്യ അതീവ സുന്ദരിയായിരുന്നു. സൗന്ദര്യം പലപ്പോഴും സ്ത്രീകൾക്ക് ശാപമായി വരാറുണ്ട്. അഹല്യയ്ക്കും അതാണ് പറ്റിയത്. അഹല്യയുടെ സൗന്ദര്യത്താൽ മോഹിതനായത് ചില്ലറക്കാരാരുമല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ. പുള്ളിക്കാരൻ പല തവണയും ചുറ്റിപ്പറ്റി വന്നു. മുനിയുടെ കണ്ണു വെട്ടിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അർദ്ധരാത്രി ആശ്രമ പരിസരത്ത് ചെന്ന് കോഴി കൂവും പോലൊരു കൂവൽ. കോഴി കൂവുന്നത് കേൾക്കുമ്പോഴാണ് ഗൗതമൻ പ്രഭാതകൃത്യങ്ങൾക്ക് പുഴക്കരയിലേക്ക് പോവുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദേവേന്ദ്രൻ ഇങ്ങനൊരു പണി ഒപ്പിച്ചത്. അതേതായാലും കുറിക്കൊണ്ടു. ഗൗതമൻ പുഴക്കരയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം. സമയമായോ? നക്ഷത്രം നോക്കി സമയം അറിഞ്ഞു. സമയം എന്താ? നട്ടപ്പാതിര. എന്തിനിത്ര നേരത്തെ കുളിക്കണം? മുനി വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. ആശ്രമത്തിൽ കടന്നു നോക്കിയപ്പോഴല്ലേ വിയർത്തു പോയത്. ഇന്ദ്രനും അഹല്യയും സരസസല്ലാപത്തിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹം ഭാര്യയെ ശപിച്ചു. അവൾ ഒരു കൽപ്രതിമയായി വായു മാത്രം ഭക്ഷിച്ച് ആരാലും കാണപ്പെടാതെ 1000 കൊല്ലം അവിടെ കിടക്കട്ടെ. മുനി ഇന്ദ്രനെയും ശപിച്ചു. അതിന്റെ ഫലമാണ് പുള്ളിക്കാരൻ സഹസ്രാക്ഷനായി തീർന്നത്. ഗുരുദേവ, അഹല്യാദേവി കൽപ്രതിമയായി ഇപ്പോഴും അതിനകത്ത് കിടക്കുന്നുണ്ടോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. പോയി നോക്കാലോ, വരൂ. രാമൻ കൗതുകത്തോടെ ആശ്രമമുറ്റത്ത് മുറ്റിത്തഴച്ചു നിൽക്കുന്ന പുൽച്ചെടികൾ ചവിട്ടിമെതിച്ച് കാട്ടുവള്ളികൾ പടർന്നു കയറി ഇരുട്ടാക്കിയ ആ മുറിക്കുള്ളിലേക്ക് കടന്നു. പെട്ടെന്നതാ ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് തേജോമയിയായി ഒരു തപസ്വിനി ഉയർത്തെഴുന്നേറ്റു നിൽക്കുന്നു. തൊഴുകൈയോടെ അവർ പറഞ്ഞു, വത്സ, ഗൗതമപത്നിയായ അഹല്യയാണ് ഞാൻ.
അദ്ദേഹം ആശ്രമം വിട്ടു പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ദശരഥപുത്രനായ രാമൻ ഒരിക്കൽ ഇതിലേ വരും, അപ്പോൾ മാത്രമേ നിനക്ക് ശാപമോചനം ലഭിക്കൂ എന്ന്. അതിപ്പോൾ സത്യമായി വന്നു രാമ. നീ എന്നോട് കാണിച്ച ദയയ്ക്ക് ഞാൻ എന്തു പറഞ്ഞാണ് എൻ്റെ നന്ദി കാണിക്കേണ്ടത്? അയ്യോ മാതാവേ, അങ്ങനെയൊന്നും പറയേണ്ടതില്ല. രാമൻ കടന്നു പറഞ്ഞു. അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. എനിക്കിപ്പോൾ വിട തരൂ. അത്ഭുതത്തിന്മേൽ വീണ്ടും അത്ഭുതം. അപ്പോഴേക്കും ഗൗതമനും വന്നെത്തിയതാണത്. വിശ്വാമിത്രൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു, രാമ, ഇതാണ് ഗൗതമമുനി. ജ്ഞാനദൃഷ്ടിയാൽ ഇവിടത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി മനോവേഗം വഴി വന്നെത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവരോട് വിടവാങ്ങാം. രാമൻ കൈകൂപ്പി ഗൗതമമുനിയെ അഭിവാദ്യം ചെയ്തു. മുനി രാമനോട് നന്ദി പറയുകയും ചെയ്തു. ഇനി അവർക്ക് കുറച്ചു ദൂരമേ നടക്കാനുള്ളൂ. കൂടെയുണ്ടായിരുന്ന ശിഷ്യ സമൂഹം വളരെ നേരത്തെ യജ്ഞസ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ കഥയുടെ ബാക്കിയായിട്ട് വേഗം വരാട്ടോ. ഈ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.